നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു കഥ ഇട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് നവ്യയുടെ അടുത്തേക്ക് ജലജ വരുന്ന സമയത്ത് നവ്യ പറഞ്ഞു, അമ്മേ, അമ്മ വിഷമിക്കൊന്നും വേണ്ട. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നൊന്നുമില്ല. പിന്നെ എന്റെ പെറ്റമ്മ പോലും പറഞ്ഞു അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന്. പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല. അപ്പൊ തന്നെ ഡേവിഡ് സാറിനെ കൊണ്ട് ഒരു DNA ടെസ്റ്റ് നടത്തിച്ചു. അതിനകത്ത് ഒരു കാര്യം വ്യക്തമായി, അബിയുടെ മോളല്ല ചന്തുമോളെന്നുള്ള. മോളെ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, എനിക്ക് അതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാ. ആദർശിന്റെ മോള് തന്നെയാണ് ചന്തു. കണ്ടാൽ അറിഞ്ഞുകൂടെന്ന് ചോദിച്ചു. എന്നിട്ട് എന്റെ മോന്റെ മുഖത്ത് മനഃപൂർവ്വം കരിവാരി തേക്കാണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേമേ, അതുകൊണ്ട് അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കൊന്നും വേണ്ട. മോളെ, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഏറ്റവും വലിയ ആശ്വാസം. ചേലജിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നവ്യ ഭയങ്കര പൊട്ടിയാണല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. ഇവള് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഒന്നും വിശ്വസിക്കില്ല. തന്റെ മകനെ അത്രയ്ക്ക് വിശ്വാസം എന്നുള്ള ചിന്തയായിരുന്നു. പിന്നീട് നവ്യ പറഞ്ഞു, അമ്മ വിഷമിക്കുമൊന്നും വേണ്ട, ആ കാര്യമൊന്നും ഓർത്തിട്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് ജലജയെ സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോ ദേവേനി മുറിയൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നയന പറഞ്ഞു, അമ്മ എന്തിനാ ഇതൊക്കെ റെഡിയാക്കിയിടുന്നേ? അത് പിന്നെ കനികയും നന്ദു ഗോവിന്ദനും ഒക്കെ വരുമല്ലേ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മുറിയൊക്കെ റെഡിയാക്കണ്ടേ മോളെ? അതിന്റെ ആവശ്യമൊന്നുമില്ലമ്മേ. എന്നാലും കുറെ കാലത്തിന് ശേഷമല്ലേ അവരിങ്ങോട്ടേക്ക് വരുന്നത്. അമ്മേ, ഞങ്ങൾ വലിയ സുഖ സൗകര്യത്തിൽ കഴിഞ്ഞവരൊന്നുമല്ല, അതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല ഏട്ടത്തി എന്തിനായി മുറിയൊക്കെ റെഡിയാക്കിയിടുന്നേ? ഇന്നിവിടെ ഗസ്റ്റ് ഉണ്ട്, നന്ദുവിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നന്ദു അവളെന്തിനാ ഇങ്ങോട്ടേക്ക് വരുന്നേ? അവളുടെ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ? കല്യാണം ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് ഓർത്തണ്ട, അവൾക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പാടില്ലേ? അല്ല ഏട്ടത്തി, നവീനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സമയത്ത് ഇവിടേക്ക് വരേണ്ട കാര്യമുണ്ടോ? അത് പിന്നെ കൂടുതൽ പ്രശ്നമാവത്തല്ലേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഇവിടേക്ക് വന്ന് അവളുടെ ചേച്ചിമാരെ കാണണ്ടേന്ന് ചോദിച്ചു. ചേച്ചിമാരെയോ? അതെ, എന്റെ മരുമകളുടെ കാര്യം വിട്ടേരെ. നവ്യ അവളും കൂടെ കീരിയും പാമ്പും പോലെയാ. അത് കേട്ടപ്പോ നയന് പറഞ്ഞു, ആയിക്കോട്ടെ. നന്ദൂരും അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇഷ്ടമുള്ളവരെ കാണാനായിട്ട് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാല, അതുകൊണ്ടാ വരുന്നേന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ജലജയ്ക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ജലജ പറഞ്ഞു, വരുന്നതിനൊന്നും കുഴപ്പമില്ല നിന്റെ അമ്മ, പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് വഴക്കടിക്കാനായിട്ടോ അല്ല എന്റെ മേലെ അധികാരം സ്ഥാപിക്കാനാ വന്നേക്കല്ലെന്ന് പറയണം. നയന പറഞ്ഞു, അതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല. ചിലപ്പോ അമ്മ അപ്പച്ചോട് വഴക്കിട്ടെന്നടിക്കും. കാരണം എന്താണെന്നറിയാവോ? അമ്മയ്ക്ക് സത്യങ്ങളൊക്കെ അറിയാം. നവ്യേച്ചിയുടെ കണ്ണു മൂടിക്കെട്ടിയിരിക്കുന്ന പോലെ അമ്മയുടെ ഞങ്ങളെ കണ്ണു മൂടിക്കെട്ടാന്ന് വിചാരിക്കണ്ട. അതുകൊണ്ട് അമ്മ ചിലപ്പോ അബിയോടും അപ്പച്ചിയോടും ഒക്കെ വഴക്കിട്ടെന്നിരിക്കും. അത് കേട്ടതും ജലജയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. ദേവേന് പറഞ്ഞു, അത് ശരിയാ എടി, നിന്റെ മോൻ കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കുന്നേ. ഇതുവരെ നിന്റെ മോന് ആ കുഞ്ഞിനെ ഒന്ന് നേരെ ഒന്ന് നോക്കിയിട്ടെങ്കിലും ഉണ്ടോ? ഒന്നെടുത്ത് കൊഞ്ചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ആരെങ്കിലും വഴക്ക് പറയുമെന്ന് പേടിച്ചിട്ട് മാത്രം. അത് പിന്നെ ഇവിടെ നവ്യൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ നവ്യേച്ചി ഇല്ലാത്ത സമയത്ത് മോളെ ചേർത്ത് പിടിക്കുന്നുണ്ടോ? അല്ല, അനികയും കുഞ്ഞിനെ ഏറ്റെടുത്താൽ എന്തായിരുന്നു? അത് പിന്നെ നവ്യ ഉള്ളപ്പോ ഏറ്റെടുക്കാൻ പറ്റില്ലോ, അതുകൊണ്ടാ. പിന്നെ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങോട്ട് ഏറ്റെടുത്താനോ അപ്പച്ചിയുടെ മോന്. ദേവേന് പറഞ്ഞു, അബിയുടെ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. അവനോട് അടങ്ങി ഒതുങ്ങി ഇരുന്നോളാൻ പറ, അല്ലെങ്കിലുണ്ടല്ലോ ഏത് വിധേനയാ ഒടുവിൽ ഞങ്ങൾ പ്രതികരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ജലജ നിനക്കും ദോഷം ചെയ്യുന്ന കാര്യമാണ്. നവ്യയുടെ സത്യങ്ങളൊക്കെ പറഞ്ഞ് തെളിവ് സഹിതം ഞങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുക്കും. അതില്ലാന്നാക്കണമെങ്കിൽ മര്യാദയ്ക്ക് ഇരുന്നോളെന്ന് പറഞ്ഞു. എന്റെ മോന്റെ തലയിലേക്ക് കുറ്റം കെട്ടി വെച്ചാ ഇപ്പോഴും നീയും നിന്റെ മകനും ഒക്കെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നേ. അതേ കാലമൊന്നും അത് പറ്റില്ല. ഇപ്പോഴെങ്കിലും നിന്റെ മോനൊരു പശ്ചാത്താപം ഇല്ലല്ലോ. ആദർശിന്റെ തലയിൽ നിന്ന് ആ ഭാരം ഇറക്കി വെക്കണമെന്ന്. പക്ഷേങ്കില് ഇപ്പോഴും നീ നിന്റെ മകനൊക്കെ ആഗ്രഹിക്കുന്നേ ആദർശിന്റെ തലയിൽ തന്നെ അതിരിക്കട്ടെ എന്നല്ലേ? നവ്യയുടെ മുന്നിൽ അങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് നടക്കാനല്ലേ? അയ്യോ ഏട്ടത്തി, അങ്ങനൊന്നുമില്ല. വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ട. എന്റെ വായിന്ന് കേൾക്കാതെ പോകാൻ നോക്ക് നീ. അപ്പോഴേക്കും ജലജ പറഞ്ഞു, ഇനിയിപ്പം ഞാനൊന്നും പറയണില്ല. ആരെങ്കിലുമൊക്കെ വരുവോ നിൽക്കോ പോവോ എന്ത് വേണല്ലോ ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമില്ലാന്നും പറഞ്ഞങ്ങോട്ട് പോയി. അപ്പോഴേക്കും നയന പറഞ്ഞു, കണ്ടില്ലേ അമ്മ, എത്ര പറഞ്ഞാലും ഒരു നാണമില്ലാത്ത ആളാ അപ്പച്ചി ഈ പറയുന്നേ. അപ്പച്ചിയെക്കാളും 100 ഭേദമാന്ന് തോന്നേ ആ നാഗേന്ദ്രന്. അപ്പച്ചിയുടെ സ്വഭാവം അങ്ങനെയൊന്നും അല്ല. കുറച്ച് കഴിഞ്ഞപ്പോ നവ്യയുടെ അടുത്തേക്ക് അഭി വന്നിട്ട് പറഞ്ഞു, നവ്യെ, നമുക്ക് ഇവിടുന്ന് കുറച്ച് ദിവസം അങ്ങോട്ട് മാറി എന്നാലോ? എങ്ങോട്ട്? എന്തിനാ മാറി നിൽക്കുന്നേ? അല്ല, യോഗ്യത ഇല്ലാത്തവരേക്ക് ഇവിടെ കൊണ്ട് താമസിപ്പിച്ചു വെച്ചിരിക്കുകയാണല്ലോ. എനിക്കെന്തോ ഇവിടെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതിന് നീ എന്തിനാടാ വിഷമിക്കണേന്ന് ചോദിച്ചു. അപ്പോഴേക്കും
ജലജ വന്നിട്ട് ചോദിച്ചു, അല്ല നവ്യ, നീ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു? എന്ത്? നിന്റെ അച്ഛനും അമ്മയും അനുജത്തി ഉണ്ടല്ലോ നന്ദു, അവളും കൂടി ഈ വീട്ടിലേക്ക് വരുവാ. ഇവിടേക്ക് അമ്മയോട് ആരാ പറഞ്ഞേ? ഇപ്പൊ എന്നോട് ഏട്ടത്തിയെ പറഞ്ഞെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പത്തിനും അഭി പറഞ്ഞു, ആ ഇപ്പൊ കോളം പൂർത്തിയായി. അല്ല, അവൾ എന്തിനാ ഇവിടേക്ക് വരുന്നതെന്ന് ചോദിച്ചു. ആർക്കറിയാം എന്തിനാ വരുന്നതെന്ന്? അവളുടെ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കല്ലേ, അവനെയും വിളിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നാലും ഇത് കുറച്ച് കഷ്ടമായി പോയല്ലോ നവ്യെ, നമുക്ക് ഇവിടുന്ന് മാറാന്ന് പറഞ്ഞു. എന്തിനാടാ അഭി മാറുന്നേ? അല്ല, ഈ വീട്ടിൽ മുഴുവൻ യോഗ്യത ഇല്ലാത്തവരല്ലേ. ഇപ്പൊ പോരാഞ്ഞിട്ട് നിന്റെ അനുജത്തിയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. എല്ലാരും കൂടെ ചേർന്ന് ഈ വീട്ടില് ആകെപ്പാടെ ഒരു ഭ്രാന്ത പിടിപ്പിക്കും നമ്മളെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ നബി പറഞ്ഞു, അങ്ങനെ നമ്മൾ ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. അവരൊക്കെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്തിനാ ഓടുന്നേ? നമ്മൾ ഈ വീട്ടിലെ അംഗങ്ങളാണ്, നമ്മൾ ഒരിടത്തേക്കും പോകുന്നില്ല. എന്നാലും മോളെ, നിന്റെ അമ്മ വന്നു കഴിഞ്ഞപ്പോ എന്നെ വെറുതെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരും. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. ഇങ്ങോട്ടേക്ക് എന്തേലും പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചങ്ങോട്ട് നല്ലത് പറഞ്ഞോണം. അതിന് പറ്റുമെന്ന് തോന്നില്ല. അതെന്താമേ? ഞാൻ ആകെപ്പാടെ തളയ്ക്കപ്പെട്ട് വെച്ചിരിക്കുമല്ലേന്ന് ചോദിച്ചു. തളയ്ക്കപ്പെട്ടിരിക്കുമല്ലേന്ന് ചോദിച്ചു. അതും പറഞ്ഞിട്ട് ജലജ അങ്ങോട്ട് പോകുമ്പോഴത്തേനും അബിയോട് ചോദിച്ചു, എന്താടാ നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞിട്ട് പോയത്? എനിക്കറിയില്ല എന്ന് പറഞ്ഞു. നവിയെ, ഇതും കൊണ്ടൊക്കെയാ ഞാൻ പറഞ്ഞു നമുക്ക് ഈ വീട് വിട്ട് പോകാന്ന് പറഞ്ഞ് കുറച്ച് ദിവസത്തേന് മാറി നിൽക്കാന്ന് പറഞ്ഞ്. അതിന്റെ ആവശ്യമൊന്നുമില്ലടാ അബി. നമ്മൾ എന്തിനു മാറണം? നമ്മൾ മാറേണ്ടവരൊന്നുമല്ല, നമ്മൾ ഈ വീട്ടിൽ തന്നെ കഴിയേണ്ടവരാ. എടാ, നിനക്ക് ഭയം കാണുമായിരിക്കും അനഘയെ നന്ദുവിനെയൊക്കെ, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. നിനക്കറിയാലോ, നിന്റെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങനെ നിൽക്കുന്ന പോലും. നിനക്കിട്ടുള്ള പണി ഞാൻ അധികം വൈകാതെ തരൂടാ എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയാണ്. പക്ഷെ അബിക്കിനെ കുറിച്ചൊന്നും അറിയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞപ്പോ നന്ദു അനിയെ വിളിക്കണ സമയത്ത് അനി ചോദിച്ചു, നീ എന്ത് തീരുമാനിച്ചു? നാളെ നീ ഇവിടേക്ക് വരുന്നുണ്ടോന്ന് ചോദിച്ചു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലടാ. വരാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല. എങ്കിൽ നീ പോരെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇവിടെ വന്നു കഴിയുമ്പോൾ നവീന്റെ അടുത്ത് അധികം അടുപ്പമൊന്നും കാണിക്കരുത്. അവനോട് സംസാരിക്കുന്നത് കണ്ട എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും എന്ന് പറഞ്ഞു. എടാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ശരിയാവുന്നേ? നവീനെ എൻ്റെ അടുത്ത് സംസാരിക്കില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. എടി, അതൊക്കെ കണ്ടു കഴിയുമ്പോ എനിക്ക് മരിക്കാൻ തോന്നും. എടാ അനി, നീ ഇങ്ങനൊന്നും പറയല്ല. എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കാത്ത? എടി, എനിക്കറിയാം, പക്ഷെ എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. നിന്നെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും കനയും ഗോന്തിനും മുറിയിലേക്ക് കയറി വന്നു. പെട്ടെന്ന് നന്ദു കോള് കട്ട് ചെയ്തു. ആരാ വിളിക്കുന്നേ? നബീ മോനാണോന്ന് ചോദിച്ചു. അപ്പോഴേക്കും നന്ദു പറഞ്ഞു, ആ അതേന്ന് പറഞ്ഞു. ആ, നാളെ വരുന്നതിനെ കുറിച്ച് പറയുന്നതായിരിക്കുമല്ലേ? നാളെ പോകുന്ന സമയത്ത് നല്ല ഒരുങ്ങി വേണം മോള് പോകാനായിട്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ നന്ദു ചോദിച്ചു, അതെന്തിനാ? അല്ല, മോളുടെ സൗന്ദര്യം കണ്ട് നവീൻ ഇഷ്ടപ്പെടണമെന്ന് പറഞ്ഞു. അതെ, എന്നെ ഈ സൗന്ദര്യത്തിലൊക്കെ കാണേണ്ടവർ കണ്ടാൽ മതി, അല്ലാതെ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ഓ, അങ്ങനെ പറയരുത് മോളെന്ന് പറഞ്ഞു കനക. അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, ഇനിയിപ്പം മോൾ ഇവിടുന്ന് ഒരുങ്ങാതെ എന്നാലും അവിടെ 2 ബ്യൂട്ടീഷ്യന്മാരുണ്ടല്ലോ, മോളുടെ ചേച്ചിമാര്, അവര് മോളെ ഒരുക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഭയങ്കര ടെൻഷനായി പോയി നന്ദുവിന്റെ മുഖം മാറിയിരിക്കുന്നുണ്ടപ്പോ കനു ചോദിച്ചു, എന്താ മോളെ? നവീൻ വിളിച്ചിട്ട് സന്തോഷമില്ലാത്ത? ഒന്നുമില്ല. ആ, അനിയങ്ങാനും നിന്നെ വിളിക്കാറുണ്ടോ? ഇല്ല. ആ, വിളിച്ചിട്ടുണ്ടെങ്കിൽ എടുത്തേക്കരുത്, പറയുന്ന കേട്ടല്ലോ. അവനുമായിട്ട് ഇനി യാതൊരു കമ്പനിയും വേണ്ട. ആ, എങ്കിൽ മോള് കിടന്നു. രാവിലെ എഴുന്നേക്കണ്ടല്ലേ? രാവിലെ എഴുന്നേറ്റ് പോകണ്ടല്ലേ? കിടന്നുറങ്ങിക്കോ, അല്ലെങ്കിൽ പിന്നെ ഉറക്ക ക്ഷീണമായിരിക്കും. അതും പറഞ്ഞ് കനികയും കോന്നിനും ഇറങ്ങിപ്പോയി. നന്ദുവിന് ഭയങ്കര വിഷമം. നന്ദു വീണ്ടും അനിയെ വിളിച്ചു നോക്കി കഴിഞ്ഞപ്പം ഫോൺ സ്വിച്ച് ഓഫ് എന്നുള്ള മറുപടിയാണ് കിട്ടിയത്. സംസാരിച്ചുകൊണ്ടിരുന്ന കഷ്ടമായി പോയല്ലോ. നന്ദു സങ്കടത്തോടു കൂടിയിട്ടാണ് പോയി കിടക്കുന്നത്. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോ അനി മാനേജറെ വിളിച്ച് കുറെ ദേഷ്യപ്പെടുവാണ്. അതെ, നിങ്ങളോട് പറയുന്ന പണി അങ്ങോട്ട് ചെയ്താൽ മതി, കൂടുതൽ എന്നെ ഭരിക്കാൻ വരുമൊന്നും വേണ്ട, അറിയാലോ. അതെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്നൊക്കെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെട്ടു. എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് പോവാണ്. അപ്പൊ കമ്പനിയിലേക്ക് പോലും അനി പോയിട്ടുണ്ടായിരുന്നില്ല. അനിക്കാണ് ദേഷ്യമായിരുന്നു. അനി പറയുകയും ചെയ്തു, ഞാൻ കമ്പനിയിലേക്ക് വരുന്നില്ല, എനിക്ക് കുറെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്ന്. എനിക്ക് കമ്പനിയിലേക്ക് പോകാൻ പോലും തോന്നിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ആദർശ് വന്നു. ആദർശ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മുത്തശ്ശൻ പറഞ്ഞു, അതെ, ആ മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അനിയാണെങ്കിൽ പഴയതുപോലെ ഒന്നും അല്ല, ഇപ്പൊ കാര്യങ്ങളൊന്നും ഒരു ശ്രദ്ധയില്ലെന്നാ പറയണത്. ആദർശ് പറഞ്ഞു, അതെ മുത്തശ്ശ, നവീനും നന്ദുവും തമ്മിലുള്ള കല്യാണം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ മുതൽ അവൻ ആകെപ്പാടെ ടെൻഷനാ, ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലാണ് നടക്കുന്നത്. ഇപ്പൊ തന്നെ ആണെങ്കിലും വണ്ടി എടുത്ത് എവിടേക്കോ പോയിരിക്കുക, എവിടേക്കാന്ന് പോലും അറിയില്ല. മുത്തശ്ശി പറഞ്ഞു, ഇങ്ങനെ പോയിട്ടുണ്ട് എങ്ങനെയാവും അറിയത്തില്ലല്ലോ. മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ഓണം ആകുമ്പം നല്ല സെയിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സ്വർണത്തിന് വില കൂടിയെന്ന് പറഞ്ഞാലും ജ്വല്ലറിയിലേക്ക് ആൾക്കാർ ഇടിച്ച് കയറുന്നൊക്കെ ഉണ്ട്. പക്ഷെ അനിയാണെങ്കിൽ ഇപ്പോഴും താല്പര്യമില്ലാത്ത പോലെയാ. അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അനി മാത്രമല്ല,
ഇളയച്ചനും അങ്ങനെ തന്നെയാണ്, ഇളയച്ചനും എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, മോനെ അത് നീ നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. ആ, എനിക്കങ്ങനെ കുറച്ച് നാളുകളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഇളയച്ചനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന്. അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് മുത്തശ്ശൻ ചോദിച്ചു, എന്താണെന്നൊന്നും അറിയത്തില്ല. ആ, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും അച്ഛനെ മോനെ കമ്മേനെ സ്ഥാനത്തൊന്ന് മാറ്റേണ്ട വരുമല്ലേ എന്ന് ചോദിച്ചു. ഏയ്, പെട്ടെന്നൊന്നും അങ്ങനെ ചെയ്യണ്ട മുത്തശ്ശ, എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ ആദർശം കൂടെ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അല്ല അവൻ എന്തു പറ്റിയത് അജയന്? നേരത്തെ അവന് നന്ദു എന്ന് പറഞ്ഞ ഭയങ്കര ജീവനായിരുന്നു. പക്ഷെ ഇപ്പം നന്ദുവിന്റെ പേര് കേൾക്കുന്ന പോലും അവന് ഇഷ്ടമില്ല. അവൻ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്തോ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ അവന്റെ മനസ്സിൽ എന്തോ ഒന്ന് അലട്ടുന്ന പോലെ തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു. അതിന് മുത്തശ്ശൻ മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി വീട്ടിലേക്ക് വരുമ്പോഴത്തേനും ആദർശം നേരെ സിറ്റോളിലുണ്ടായിരുന്നു. എടാ അനി, നീ ഇത് എവിടെ പോയതാ? മാനേജർ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നീ കമ്പനി കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞല്ലോ. ഓ പിന്നെ അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും. എടാ, നീ കമ്പനി കാര്യങ്ങൾ നോക്കാതെ കറങ്ങിയടിച്ച് നടക്കുവാണല്ലേ? അത് പിന്നെ ആദർശേട്ടാ അതെന്തേലും ആട്ടെ. ഇന്ന് പിന്നെ നന്ദു നയനയുടെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവര് വരട്ടെ, അതിനിപ്പം ഞാൻ എന്ത് ചെയ്യണം? നയന പറഞ്ഞു, അവര് മാത്രമല്ല നവീനും വരുന്നുണ്ട്. അതെന്തിനാ നവീൻ വരുന്നേ? ഉത്രാട ദിനത്തിൽ സാധാരണ നവീൻ വരാറുള്ളതല്ലോ. എടാ, അവൻ വരട്ടെ, നന്ദു ഉള്ളതല്ലേ. പിന്നെ നന്ദുവിന് വരാൻ താല്പര്യമില്ലായിരുന്നു തോന്നേ, നവീനും കൂടെ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ വരുന്നതാന്ന് തോന്നിയെന്ന് പറഞ്ഞു. അപ്പോഴേക്കും എനിക്ക് ആകെപ്പാടെ വിഷമമായിപ്പോയി. അനി പറഞ്ഞു, വരുന്നവരൊക്കെ വരട്ടെ, അതിനിപ്പോ എനിക്കിപ്പോ എന്താ? അതും പറഞ്ഞ് അനി അങ്ങോട്ട് കയറിപ്പോയി. നായന പറഞ്ഞു, കണ്ടില്ലേ ആദർശേട്ടാ, അവന് നല്ല വിഷമമുണ്ടെന്ന് പറഞ്ഞു. ഇതിങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ നവീൻ ഇങ്ങോട്ടേക്ക് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും? നവീൻ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും നന്ദുവും കൂടെ വരുമല്ലോ. നന്ദുവിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഈ മനസ്സൊക്കെ മാറും. കണ്ടു, അവന്റെ ഈ സ്വഭാവത്തിന് നല്ല മാറ്റം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേവേനി അനയ്ക്കുള്ള ചായയൊക്കെ ആയിട്ടായിരുന്നു. അങ്ങനെ അനയ്ക്ക് ചായയൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, മോൾക്ക് ഇവിടെ ഒന്നിനും ഒരു കുറവ് ഉണ്ടാകാൻ പോകുന്നില്ല. അധികം വൈകാത്ത സംസാരശേഷിയൊക്കെ തിരികെ കിട്ടുമല്ലോ. അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ എളുപ്പമാവും. ആ അഭിയേയും ജലജയെ ഒരു പാഠം പഠിപ്പിക്കുക തന്നെ വേണം. പിന്നെ നവ്യ നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട. ഈ പറയുന്ന നവ്യയാണ് മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്നുള്ള കാര്യം ജലജയ്ക്കും അഭിക്കൊന്നും അറിയത്തില്ലോ. അത് അറിഞ്ഞു കഴിയുമ്പോൾ അവർക്കിട്ട് നല്ല പണിയായിരിക്കും കിട്ടാൻ പോണേന്ന് പറഞ്ഞു. അപ്പോഴേക്കും നയന ചന്തുമോളെയും കൊണ്ട് അങ്ങോട്ട് വന്നു. ചന്തുമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ ദേവേന് പറഞ്ഞു, ആഹാ നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. അനയ്ക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പൊ ചന്തുമോളെ കണ്ടു കഴിയുമ്പോൾ. കാരണം ചന്തുമോളെ നല്ല ഒരുക്കി നല്ല സുന്ദരി ആക്കിയിട്ടാണ് അവര് കൊണ്ടു നടക്കുന്നത്. എല്ലാരും മാറി മാറി അവളുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. ഒന്നിനും അവൾക്കൊരു കുറവ് വരുന്നില്ല. നയന പറഞ്ഞു, അതെ ഇപ്പൊ തന്നെ അച്ഛനും അമ്മയൊക്കെ ഇങ്ങോട്ടേക്ക് വരും. അല്ല, അവരെത്തിയില്ല മോളെ, ഇതിലായിട്ട് എന്താ എത്താത്തെ? ഇപ്പൊ തന്നെ വരുമെന്നാ പറഞ്ഞേ. അവര് വരുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അപ്പച്ചിക്കും അബിക്കും ഒക്കെ ഭയങ്കര ടെൻഷനാ. അതങ്ങനെ തന്നെ വേണമല്ലോ. ഒരു കാരണവശാലും വെറുതെ വിടല്ലേ മോളെ, അങ്ങനെ നീറി ഇരിക്കണമെന്ന് പറഞ്ഞു. പിന്നീട് ചന്തമോളോട് ചോദിച്ചു, മോൾക്ക് ഓണക്കോടി കുറെ കിട്ടിയല്ലേ? എല്ലാ ദിവസവും ഓരോന്ന് മാറി മാറി ഇടണം കേട്ടോ. അനഘയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. അനയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു, മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട, ഇവളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു കുറവും വരുത്തില്ല, അതുപോലെ തന്നെ മോളുടെ കാര്യത്തിലെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ടാക്സിക്കാരനകത്ത് നന്ദുവും കനയും ഗോവിന്ദനും കൂടെ അങ്ങോട്ട് വന്നിറങ്ങുവാണ്. ബാൽക്കണിയിൽ നിന്ന് ജലജ കണ്ടു, നാശം പിടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോ 2-3 ദിവസം ഇവിടെ കാണുമായിരിക്കും, മനുഷ്യനെ മനസമാധാനം കളയാനായിട്ട്. അങ്ങനെ കാറിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ഗോവിന്ദൻ പറഞ്ഞു, അല്ല എനിക്കെന്തോ ഒരു മടിയുണ്ട്. എന്തിനാ ഗോവിന്ദേട്ടൻ മടിക്കണേ? മൂർത്തി സാറ് വിളിച്ചല്ലേ നമ്മളെ. അത് മാത്രമല്ല നവീൻ മോനെയും കൂടെ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ടല്ലോ. നവീൻ മോനുള്ളതുകൊണ്ടാ നന്ദുവിനെ നമ്മൾ കൊണ്ടുവന്നേ. എന്നാലും ഇല്ല, വരാൻ പറഞ്ഞു. അങ്ങനെ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും മുത്തശ്ശനും മുത്തശ്ശി ഇറങ്ങുന്നു. ആഹാ, ഇപ്പോഴാണോ നിങ്ങൾ എത്തുന്നേ? ഞങ്ങൾ കരുതി കുറച്ച് നേരത്തെ എത്തുന്നു, ആഹാരമൊക്കെ കഴിക്കുന്നതിന് മുമ്പ്. ഉച്ചയുണ്ട് മുമ്പ് ഇങ്ങോട്ട് വരാൻ മേലായിരുന്നോ? ഊണൊക്കെ കഴിച്ചിട്ടാ പോന്നെ, ഇനിയിപ്പൊ ആ ഒരു കാര്യത്തിലും കൂടെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി. മുത്തശ്ശി പറഞ്ഞു, ബുദ്ധിമുട്ടോ? ഇവിടെ ആർക്കാ ബുദ്ധിമുട്ടുള്ളത്? അപ്പൊ ഓണത്തിലുള്ള കുറെ ഓണക്കോടികളൊക്കെ എടുത്തോണ്ടാണ് അവര് വന്നിരിക്കുന്നത്. നന്ദുവിനോട് പറഞ്ഞു, എന്താ നന്ദു നീ എന്താ മിണ്ടായിരിക്കണമെന്ന് മുത്തശ്ശൻ ചോദിച്ചു. ഒന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും കനക പറഞ്ഞു, നന്ദുവിനെ ഞങ്ങൾ ആദ്യം കൊണ്ടുണ്ടെന്നാ വിചാരിച്ചോണ്ടിരുന്നേ. അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പം നന്ദുവിനെ കൊണ്ടുവന്നില്ല എങ്ങനെയാ ശരിയാന്നേ? നിങ്ങൾ നന്ദുവിനെ അവിടെ ആക്കിയിട്ട് വരുമായിരുന്നോ? അപ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞു, അത് പിന്നെ നന്ദുവിന് ലീവില്ലായിരുന്നു, പിന്നെ അവള് 2 ദിവസം ലീവ് എടുത്തു, ഉത്തരാടത്തിനും തിരുവോണത്തിൻ്റെ അന്ന് അവള് ലീവ് എടുത്തെന്ന് പറഞ്ഞു. അതെന്താളും നന്നായി, നവീമോനും കൂടെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ, ലീവ് എടുത്ത് നന്നായി. നമുക്ക് എന്താണെങ്കിലും ഇവിടെ അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞു. ഇവിടെ നീക്ക് ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു നന്ദു ഈ വീട്ടിലേക്ക് വരണമെന്ന്.
മുത്തശ്ശൻ പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കനകെ, നന്ദു ഈ വീട്ടിൽ അനിയുടെ ഭാര്യയായിട്ട് വരണമെന്ന്. അത് കേട്ടപ്പോൾ കനകയുടെ ഗോവിന്ദന്റെ ഒക്കെ മുഖം മാറി. അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. അതിന്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.